നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. LDF തുടർഭരണത്തിന്റെ ദുരിതമാണ് ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. അധികാര സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തി ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന BJPക്ക് ഇത്തവണ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഷിബു മീരാൻ. കൂറ്റനാട്ട് UDF തൃത്താല നിയോജകമണ്ഡലം ലീഡേഴ്സ് മീറ്റ്. കൊപ്പത്ത് UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ നാളെ നാമനിർദ്ദേശ പത്രിക നൽകും. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ പത്രിക സമർപ്പിക്കുക ഏപ്രിൽ 4-ന്. കരുവന്നൂരിലെ ED നടപടി ഡീലിന്റെ ഭാഗമെന്ന K മുരളീധരൻ. BJPക്ക് വേണ്ടി ഒരാളെ കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചയക്കാൻ നീക്കം. തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ നിന്ന് ഒരാളെ വിജയിപ്പിക്കാമെന്നും പകരം മറ്റ് മണ്ഡലങ്ങളിൽ LDFനെ സഹായിക്കാമെന്നതുമാണ് CPM BJP ഡീലെന്നും K മുരളീധരൻ. കരുവന്നൂർ വിഷയത്തിൽ EDയുടെ വഴിക്ക് സഞ്ചരിക്കുമെന്ന് സുരേഷ് ഗോപി. സഹകരണ സ്ഥാപനങ്ങളെ വരച്ച വരയിൽ നിർത്തും. വഴിവിട്ട് സഞ്ചരിക്കുന്ന സഹകരണ പ്രസ്ഥാനത്തെ ചങ്ങലക്കിടുന്ന നിയമനിർമ്മാണത്തിനായി ശബ്ദമുയർത്തുമെന്നും സുരേഷ് ഗോപി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും പാർട്ടി അക്കൌണ്ടും തമ്മിൽ എന്താണ് ബന്ധമെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. ED നോട്ടീസ് ഇതുവരെയും കിട്ടിയിട്ടില്ല. നോട്ടീസ് കിട്ടിയാൽ ഹാജരാകുന്ന കാര്യം പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കും. ED നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് MK കണ്ണൻ. നാടിന്റെ നാവുണങ്ങുന്നു. ഭാരതപ്പുഴ വറ്റിയതോടെ വടക്കാഞ്ചേരി നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും ശുദ്ധജല വിതരണം മുടങ്ങി. 2 ആഴ്ചയായി കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ. ഭാരതപ്പുഴയിലെ പേരൂർ പള്ളം തുരുത്ത് തടയണയും വറ്റി. മേഖലയിൽ നിരവധി കുടുംബങ്ങൾ ശുദ്ധജലമില്ലാതെ വലയുന്നു. പട്ടാമ്പി നമ്പ്രത്ത് ഭാരതപ്പുഴയിലെ സ്ഥിരം തടയണ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. ശക്തമായ വേനൽ മഴയ്ക്കായി നാടിന്റെ പ്രാർത്ഥന. വാർത്തകൾ വിശദമായി. LDF സർക്കാരിന്റെ തുടർഭരണത്തിന്റെ ദുരിതമാണ് ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. അധികാരത്തിൽ ഇരിക്കുന്നവരുടെ തീരുമാനങ്ങൾ നടക്കുന്ന സ്ഥിതി വന്നാൽ അർഹതപ്പെട്ട ജനങ്ങൾക്ക് നീതി കിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. UDF തൃത്താല നിയോജകമണ്ഡലം ലീഡേഴ്സ് മീറ്റ് കൂറ്റനാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. നടന്നുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിയുടെ അതുകൊണ്ടുള്ള ആ UDFന്റെ 5 കൊല്ലം കൂടുമ്പോൾ മാറി വരുന്ന ഭരണങ്ങൾ ഇല്ലാത്തതിന്റെ ദുരിതമാണ് ഇന്ന് കേരളത്തിൽ വരുന്നത്. ഞാനതിൽ വിശദീകരിച്ചില്ല. നിങ്ങൾ ഓരോന്നും എല്ലാവരും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി. തുടർച്ചയായ ആ ഭരണത്തിന്റെ ദുരിതമാണ് ഇപ്പോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു നിസ്സംഗത പ്രയോഗിക്കുകയും സാധനം കുട്ടിയിലെങ്കിലും തരക്കടില്ല, വികസനം ചെയ്തില്ലെങ്കിലും തരക്കടില്ല. പൊന്നാനി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി MP അബ്ദുസമദ് സമദാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് കൂറ്റനാട്ട് KMK ഓഡിറ്റോറിയത്തിൽ വെച്ച് UDFന്റെ ആഭിമുഖ്യത്തിൽ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, KPCC നിർവാഹക സമിതി അംഗം CV ബാലേന്ദ്രൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം തുടങ്ങി ഘടകകക്ഷി നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ വരണാധികാരിയായ കളക്ടർ മുമ്പാകെയാണ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പമെത്തി സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചത്. പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ആദ്യമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF സ്ഥാനാർത്ഥിയുമായ A വിജയരാഘവനാണ്. ജില്ലാ പഞ്ചായത്ത് പരിസരത്ത് നിന്ന് LDF നേതാക്കൾക്കും അണികൾക്കും ഒപ്പം പ്രകടനമായെത്തിയാണ് A വിജയരാഘവൻ ജില്ലാ കളക്ടർക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ NN കൃഷ്ണദാസ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗം മന്ത്രി MB രാജേഷ്, CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, A പ്രഭാകരൻ MLA, മറ്റ് ഘടകകക്ഷി നേതാക്കൾ എന്നിവരും A വിജയരാഘവനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ മലമ്പുഴ നിയോജകമണ്ഡലത്തിലെ പുതുശ്ശേരിയിൽ റോഡ് ഷോ നടത്തി. പുതുശ്ശേരി വ്യവസായ മേഖലയുൾപ്പെടെ നിരവധി ഭാഗങ്ങളിൽ റോഡ് ഷോയ്ക്ക് പ്രവർത്തകർ സ്വീകരണം നൽകി. ഇരുചക്രവാഹനങ്ങളിൽ നിരവധി പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. VK ശ്രീകണ്ഠൻ ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. എല്ലാ അധികാര സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന BJPയെ ഇത്തവണ അധികാരത്തിൽ നിന്നും താഴെയിറക്കണമെന്ന് യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഷിബു മീരാൻ പറഞ്ഞു.
കേരളത്തിലെ LDFന്റെ ദുർഭരണത്തിനുള്ള തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകുമെന്നും 20 മണ്ഡലത്തിലും UDF വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. UDF കൊപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷിബു മീരാൻ. പാലക്കാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് UDF കൊപ്പം പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. തൃത്താലക്കൊപ്പത്തെ സോൺ കൺവെൻഷൻ സെന്ററിൽ നടന്ന കൺവെൻഷൻ യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഷിബു മീരാൻ ഉദ്ഘാടനം ചെയ്തു. ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് വർത്തമാനകാലത്ത് കൗതുകത്തോടെ കണ്ണയക്കുന്നത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പായി നടന്നു പൂർത്തിയാകുമോ എന്നതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 7 പതിറ്റാണ്ടുകാലത്ത് നമ്മുടെ സമ്പന്നമായ ചരിത്രത്തിൽ നമ്മൾ ലോകത്തിന് മുമ്പിൽ തലയുയർത്തപ്പെടുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഗാംഭീര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഫെയർ ഇലക്ഷൻ. കൺവെൻഷനിൽ റിയാസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. KPCC മീഡിയ കൺവീനർ ഡോക്ടർ P. സരിൻ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CM കരീം, KP വാപ്പുട്ടി, PT മുഹമ്മദ് മാസ്റ്റർ, EK മുഹമ്മദ് കുട്ടി ഹാജി, കമ്മുകുട്ടി എടത്തോൾ, റിയാസ് മുക്കോളി, മുസ്തഫ മാസ്റ്റർ, ET ഉമ്മർ, T കുഞ്ഞാപ്പു ഹാജി, KP റസാഖ്, M രാധാകൃഷ്ണൻ, രാമദാസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. കരുവന്നൂരിലെ ED നടപടി ഡീലിന്റെ ഭാഗമെന്ന K. മുരളീധരൻ. BJPക്ക് വേണ്ടി ഒരാളെ കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചയക്കാനാണ് CPMന്റെ നീക്കം. തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ നിന്ന് ഒരാളെ വിജയിപ്പിക്കാമെന്നാണ് ഡീൽ. പകരം മറ്റ് മണ്ഡലങ്ങളിൽ LDFനെ BJP സഹായിക്കും. അതാണ് CPM BJP ഡീലെന്നും K. മുരളീധരൻ തൃശൂരിൽ പറഞ്ഞു. അതായത് ഡീലിന്റെ ഭാഗമാണ്. ഈ ഡീല് വിജയിച്ചു എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡീല് ഇവിടുന്ന് ഒരാളെ BJPയുടെ ഒരാളെ ഡൽഹിക്ക് അയക്കുക, പകരം തൃശ്ശൂരും തിരുവനന്തപുരമാണ് അവരുടെ ലിസ്റ്റിലുള്ളത്, ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷത്തിനെ സഹായിക്കുക. അതാണ് ഡീല്. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ നോക്കിക്കോളൂ. ഈ ഭാഗത്തൊക്കെ സജീവമായിട്ടുള്ള ചില നിഷ്ക്രിയരാവും, ചില സൈലന്റ് ആവും. അപ്പോൾ ഉറപ്പിക്കുക, ഡീൽ ഉറച്ചു. കരുവന്നൂർ വിഷയത്തിൽ EDയുടെ വഴിക്ക് സഞ്ചരിക്കുമെന്ന് സുരേഷ് ഗോപി. വഴിവിട്ട് സഞ്ചരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളെ വരച്ചവരയിൽ നിർത്തും. സഹകരണ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന നിയമനിർമ്മാണത്തിനായി ശബ്ദമുയർത്തുമെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു. പക്ഷേ ഇതൊന്നും അവസാനിക്കില്ല. സഹകരണ പ്രസ്ഥാനങ്ങൾ മുഴുവൻ വരച്ചവരെ നിർത്തുന്നു, ചങ്ങലക്കിടുന്ന ഒരു കാലം വരും. അതിന്റെ നിയമനിർമ്മാണത്തിന് വേണ്ടി പാർലമെന്റിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരിനും മാത്രമല്ല കേരളത്തിൽ, ഇന്ത്യയിലെ തന്നെ വിവിധ പ്രദേശങ്ങളിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളിലെ ആക്രമത്തെ ചങ്ങലക്കിടുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിനായി ശബ്ദമുയർത്തുന്ന കേരളത്തിലെ MP ആയിരിക്കും ഞാൻ എന്നത് വാക്കാണ്. അത് മനസ്സിലാക്കി കൊടുക്കാൻ. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന്റെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ പ്രചരണ പരിപാടികൾ തുടരുന്നു. മുള്ളൂർക്കര കമ്പനിപ്പടിയിൽ നിന്ന് രാവിലെ 8:00 പര്യടനം ആരംഭിച്ചത്. 57ഓളം സ്വീകരണ കേന്ദ്രങ്ങളിലാണ് ചൊവ്വാഴ്ച പര്യടനം നടത്തിയത്. മുള്ളൂർക്കര, ഇരുനിലംകോട്, വരവൂർ, ആറങ്ങോട്ടുകര, തലശ്ശേരി, ദേശമംഗലം, നെടുമ്പുര തുടങ്ങി 23ഓളം സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉച്ചയോടെ പര്യടനം നടത്തി. നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, ചേലക്കര ഏരിയ സെക്രട്ടറി K. നന്ദകുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ, ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു, പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ്, CPI നേതാക്കളായ P. ശ്രീകുമാർ, വിജി ഷള്ളന്നൂർ, കോൺഗ്രസ് എസ് നേതാവ് KV സോളമൻ, കേരള കോൺഗ്രസ് B പ്രതിനിധി S. സമീഷ്, RJD പ്രതിനിധി PG കൃഷ്ണൻകുട്ടി, MH അബ്ദുൽ സലാം, V. രഘു എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ഉച്ചയ്ക്കു ശേഷം പൈങ്കുളം, കിള്ളിമംഗലം, വെങ്ങാനല്ലൂർ, തൊഴിപ്പാടം, മായന്നൂർ, സൗത്ത് കൊണ്ടാടി, തിരുവല്ലുവാമല, പഴയന്നൂർ, എളനാട് എന്നീ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 35ഓളം കേന്ദ്രങ്ങളിലും പര്യടനം നടത്തി. ഈ ഉച്ചനേരത്ത് നിങ്ങൾ ആവേശകരമായി ഈ സ്വീകരണം ഇവിടെ സംഘടിപ്പിച്ചതിന് നിങ്ങളോട് എല്ലാവരോടും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാത്രമല്ല മറ്റെല്ലാ രീതിയിലും നിങ്ങളോടുള്ള നന്ദി, കടപ്പാട് ഞാൻ രേഖപ്പെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും പാർട്ടി അക്കൗണ്ടും തമ്മിൽ എന്താണ് ബന്ധമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. പാർട്ടിക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റെന്നും MM വർഗീസ് ചോദിച്ചു. ED നോട്ടീസ് ഇതുവരെയും കിട്ടിയിട്ടില്ലെന്ന് MM വർഗീസ് പറഞ്ഞു. കിട്ടിയാൽ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കും.
നാളെ LDF സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നതിനാൽ ഹാജരാകാൻ അസൗകര്യമുണ്ട്. EDയുമായി സഹകരിക്കാതിരിക്കേണ്ട കാര്യമില്ല. ഉള്ള രേഖകൾ EDക്ക് നിലവിൽ കൊടുത്തിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ ഇനിയും നൽകുമെന്നും MM വർഗീസ് വ്യക്തമാക്കി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും പാർട്ടി അക്കൗണ്ടും തമ്മിൽ എന്താണ് ബന്ധമെന്ന് മനസ്സിലാകുന്നില്ല. പാർട്ടിക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റെന്നും MM വർഗീസ് ചോദിച്ചു. സഹകരിക്കേണ്ട ഒരു സംഭവം അതൊരിക്കലും എടുത്തിട്ടില്ല. EDയുടെ ഭാഗത്തു നിന്ന് ഒരു അറസ്റ്റ് അടക്കമുള്ള വലിയ നടപടി ഉണ്ടാവുമെന്ന് ഞാനെന്താ പറയുക, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് മറ്റ് അത് നമുക്കറിയുന്ന കാര്യമില്ല. എന്ത് വന്നാലും അത്തരത്തിലുള്ള പ്രലോഭനങ്ങളിലോ അല്ലെങ്കിൽ മറ്റേ രീതിയിലോ നമ്മൾ അതിന് വീണ്ടൊരു കാര്യമില്ല. അവരെന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല, ഇപ്പം അറിയില്ല. ഈ മറ്റ് താഴെ നമുക്ക് നോക്കാം. ഈ മറ്റ് താഴെ ഘടകങ്ങളുടെ അക്കൗണ്ടുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്കറിയില്ല. താഴെ ഘടകങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാകാമല്ലോ, അക്കൗണ്ട് ഉണ്ടാവണമല്ലോ. സ്വകാര്യമാകുക എന്ന് പറഞ്ഞാൽ അതല്ല, സ്വകാര്യ ഏർപ്പാടുകളല്ലേ. ഇങ്ങനത്തെ ഒരു സംഭവം കരുവന്നൂർ പോലെ വരുമ്പോഴേ നമ്മളത് കരുവന്നൂരും സംഭവം ഇതും തമ്മിൽ എന്താ ബന്ധം? കരുവന്നൂര് ചില സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകളല്ലേ, ആ ക്രമക്കേടിനെതിരായിട്ട് നടപടിയെടുത്തു, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു, സർക്കാർ നടപടി സ്വീകരിച്ചു, കേസ് ചാർജ് ചെയ്യാൻ. അതിൽ തമ്മിലെന്താ? ന്യൂസ് ബ്യൂറോ, തൃശൂർ. ED നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് MK കണ്ണൻ. തനിക്ക് ഇതുവരെയും നോട്ടീസ് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ ഹാജരാകണോ എന്നത് പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കും. പലതവണ താൻ ED മുമ്പാകെ ഹാജരായതാണെന്നും ED ഇതുവരെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും MK കണ്ണൻ തൃശൂരിൽ പറഞ്ഞു. എനിക്ക് നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല, എനിക്കൊരു നോട്ടീസും കിട്ടിയിട്ടില്ല. അത് പോണോ പോണ്ടെന്ന് അന്നേരം ഞാൻ വേണ്ടപ്പെട്ടവരായിട്ട് ആലോചിച്ച് തീരുമാനിച്ചു. ഞാൻ ഒറ്റയാനല്ലല്ലോ, വിഷയം പറ്റേ ശരിയാണ്. കിട്ടിയാൽ അന്നേരം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് ആലോചിച്ച് തീരുമാനിക്കും. രാഷ്ട്രീയമാണ്. എന്നെ നിരവധി തവണ ചോദ്യം ചെയ്തു. എൻ്റെ എല്ലാ രേഖകളും കടലാസുകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്ന് അവരെന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുമില്ല. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൌലോസ് മാസ്റ്ററുടെ വീട്ടിൽ സ്വീകരണം നൽകി. മുൻ MLAയും വിമത കോൺഗ്രസ് നേതാവുമായ AV ഗോപിനാഥ് പക്ഷക്കാരനാണ് EP പൌലോസ് മാസ്റ്റർ. സ്ഥാനാർത്ഥിയോടൊപ്പം PP സുമോദ് MLA, TM ശശി, കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് KP ശ്രീധരൻ, TM നിസാർ, CPM കുഴൽമന്നം ഏരിയ സെക്രട്ടറി A അനിതാനന്ദൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സതീഷ് കുമാർ, പ്രസാദ്, റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് EP പൌലോസ് മാസ്റ്റർ K രാധാകൃഷ്ണനെ അറിയിച്ചു. AV ഗോപിനാഥ് പക്ഷത്തിന്റെ പിന്തുണ LDFനാണെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ പെരിങ്ങോട്ടുകര താഞ്ഞത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കൊടികെട്ടുന്നതിനിടെ BJP പ്രവർത്തകൻ കോണിയിൽ നിന്ന് വീണ് മരിച്ചു. അഴിമാവ് ഒറ്റാലി ശേഖരന്റെ മകൻ 57 വയസ്സുള്ള ശ്രീരംഗനാണ് മരിച്ചത്. അഴിമാവിൽ നിന്നാണ് ചൊവ്വാഴ്ച സുരേഷ് ഗോപിയുടെ പര്യടനം തുടങ്ങാൻ നിശ്ചയിച്ചിരുന്നത്. ഇതിനായി അലങ്കാരങ്ങൾ ഒരുക്കുന്നതിനിടെ രാത്രിയിലായിരുന്നു അപകടം. തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഷൊർണൂരിൽ കോൺഗ്രസിൽ നിന്നും CPIMലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗവും മുൻ മണ്ഡലം പ്രസിഡന്റുമായിരുന്ന C സോമനാണ് ചൊവ്വാഴ്ച രാവിലെ കോൺഗ്രസ് അംഗത്വം രാജിവെച്ച CPIMൽ ചേർന്നത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി, ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ഷൊർണൂർ വിജയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് അംഗത്വം ഉപേക്ഷിച്ചെത്തിയ C സോമന് സ്വീകരണം നൽകിയത്. CPM നേതാക്കൾ മാലയിട്ട് സ്വീകരിച്ച C സോമന് 10 വർഷമായി കോൺഗ്രസ് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ. സോമന് കോൺഗ്രസിൽ പ്രാഥമിക അംഗത്വം പോലുമില്ല. നേരത്തെ കൂറുമാറിയ വ്യക്തിയുടെ കോമാളിത്തരത്തിന് കുടപിടിച്ച് CPM ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരാകുകയാണെന്നും TK ബഷീർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഷൊർണൂരിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ CPMൽ ചേർന്ന് പത്രസമ്മേളനം നടത്തുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഷൊർണൂരിൽ നിരവധി ആളുകൾ കോൺഗ്രസ് പാർട്ടി വിട്ട് CPMൽ ചേക്കേറുമെന്നുള്ള ഒരു വലിയ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം പാർട്ടി മാറിയത്. എന്നാൽ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഏകദേശം 10ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയെ ഒരു മുതിർന്ന കോൺഗ്രസ് അംഗം CPMൽ ചേർന്നു എന്നുള്ള
വ്യാജ പ്രചരണം സൃഷ്ടിച്ചുകൊണ്ട് മാലയിട്ടുകൊണ്ട് CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഈ കൂറുമാറ്റക്കാരനും കൂടി ഒരു ഫോട്ടോ ശ്രദ്ധയിൽപ്പെടാൻ ഇടയായി. എന്തായാലും CPM-ന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പാപ്പരത്വമാണ് ഈ വ്യക്തിയെ നിർത്തി മാലയിട്ട് വീണ്ടും ഇദ്ദേഹം മാറി അന്ന് മാലയിട്ട ഇതേ സഖാക്കൾ തന്നെ ഇന്ന് വന്ന് വീണ്ടും ഇദ്ദേഹത്തെ മാലയിട്ട് നിർത്തുന്നൊരു ഫോട്ടോ ഫേസ്ബുക്കിലൂടെ ശ്രദ്ധയിൽപ്പെടാൻ ഇടയായി. എന്തായാലും ഈ വ്യക്തിക്ക് കോൺഗ്രസിൽ പ്രാഥമിക അംഗത്വം പോലുമില്ല. ഇദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും 10 വർഷത്തേക്ക് പുറത്താക്കിക്കൊണ്ടുള്ള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം ഇന്നും നിലനിൽക്കുകയാണ്. അതിനുശേഷം ഇദ്ദേഹം CPM-ൽ ചേർന്ന് അന്ന് മാലട്ടിരുന്ന ഈ CPM-ന്റെ മുതിർന്ന അംഗങ്ങൾ തന്നെയാണ് ഇന്ന് കോൺഗ്രസിൽ നിന്നുള്ള കൂറുമാറിയ വ്യക്തിയുമായി പോയി മാറിയിട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാവുകയാണ് CPM-ഉം അതിൻ്റെ നേതാക്കന്മാരും എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. കോൺഗ്രസ് പാർട്ടി ബഹുമാനപ്പെട്ട പാലക്കാട് പാർലമെന്റ് മണ്ഡലം നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന് വേണ്ടി ആത്മാർത്ഥതയുള്ള മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും അരയും തലയും മുറുക്കിക്കൊണ്ട് സകല ബൂത്തുകളിലും സർവ്വസജ്ജമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലക്കിടി പേരൂർ പഞ്ചായത്തിലെ പേരൂർ പള്ളംതുരുത്തിയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച തടയണ വറ്റിവരണ്ടതോടെ മേഖലയിൽ ജലക്ഷാമം രൂക്ഷമായി. ഇതോടെ പള്ളംതുരുത്ത് മേഖലയിലെ 60ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളം ലഭിക്കാതെ പ്രതിസന്ധിയിലാവുന്നത്. ഇതോടെ ഇറിഗേഷന്റെ ജലവിതരണവും 3 ആഴ്ചയിലേറെയായി നിലച്ചു. പുഴ വറ്റിവരണ്ടതോടെ ഇവിടത്തെ കിണറുകളിലെ വെള്ളവും വറ്റി. പദ്ധതിയെ ആശ്രയിച്ചു കഴിയുന്ന മറ്റ് കാർഷിക ഇതര വിളകളും പച്ചക്കറി കൃഷികളും ഉണങ്ങി. വെള്ളം ലഭിക്കാതെ വന്നതോടെ പള്ളംതുരുത്തിയിലെ കുടുംബങ്ങളുടെ ഏക വരുമാന മാർഗമായ തെങ്ങ്, കവുങ്ങ്, പച്ചക്കറി കൃഷി എന്നിവ ശോഷിപ്പിലാണ്. ആളിയാർ ഡാം തുറക്കുകയോ മഴ കനിയുകയോ ചെയ്താൽ മാത്രമേ ഇനി ഇറിഗേഷൻ പദ്ധതി പ്രവർത്തിക്കാനാകൂ. ഡാം തുറക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ പ്രധാന ആവശ്യം. ഏറ്റവും ഈ പഞ്ചായത്തിൽ മികച്ച കാർഷിക ഏരിയയാണ് ഈ പള്ളംതുരുത്ത്. അതുമാതിരി ഇപ്പോൾ ഭാരതപ്പുഴയിലാണ് വെള്ളം. ആ തക്ക സമയത്ത് ഷട്ടർ ഇടാതെ പോവുക കാരണം ഇപ്പോൾ ഈ പ്രദേശത്തെ ആൾക്കാർക്ക് കുടിക്കാനും വെള്ളമില്ല, കുടിക്കാനും വെള്ളമില്ല. ഒരു ഉടുത്ത വസ്ത്രം പോലും തിരുമ്പാൻ പുഴയിൽ വെള്ളമില്ലാത്ത അവസ്ഥകൾ. ഇതൊക്കെ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമയത്ത് അനാസ്ഥയും കൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ഇനിയെങ്കിലും അധികൃതരുടെ കണ്ണു തുറന്ന് ഇത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ. ബഡ്ജറ്റ് കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് കുടിവെള്ളമില്ല. ഇവിടെ ഉണ്ടായ കാർഷിക വിളകൾ 1/2 കോടി രൂപയിലധികം നഷ്ടം ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി നമ്പ്രത്ത് ഭാരതപ്പുഴയിലെ സ്ഥിരം തടയണ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. കുടിവെള്ളക്ഷാമത്തിനും കാർഷിക ജലസേചനത്തിനും പരിഹാരം ലക്ഷ്യമിട്ട് പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചാണ് തടയണ നിർമ്മിക്കുന്നത്. നബാർഡ് ഫണ്ടിൽ നിന്നും 36 കോടി രൂപ ചെലവഴിച്ചാണ് തടയണ നിർമ്മാണം. നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് പട്ടാമ്പി കീഴായൂർ നമ്പ്രത്തെയും തൃത്താല മണ്ഡലത്തിലെ ഞാങ്ങാട്ടിനെയും ബന്ധിപ്പിച്ചാണ് സ്ഥിരം തടയണ നിർമ്മാണം. നിലവിൽ തടയണയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 325 മീറ്റർ നീളത്തിലും 2 മീറ്റർ ഉയരത്തിലും നിർമ്മിക്കുന്ന തടയണയിൽ 28 ഷട്ടറുകളുണ്ട്. ഇതുവഴി തടയണയിൽ ജലനിരപ്പ് ക്രമീകരിക്കാനാകും. പദ്ധതിക്ക് 35.5 കോടി രൂപയുടെ അനുമതി നബാർഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇരുഭാഗത്തും സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. അടുത്ത വേനലാകുമ്പോഴേക്കും തടയണയിൽ ജലസംഭരണം സാധ്യമാകും. തടയണ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കീഴായൂർ പാടശേഖരം, ആര്യമ്പാടം പാടശേഖരം, തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിലെയും തിരുമറ്റക്കോട്ടിലെയും 947 ഹെക്ടർ പാടശേഖരങ്ങളിൽ ജലസേചനം പദ്ധതിയിലൂടെ ഉറപ്പുവരുത്താനാകും. വെള്ളിയാങ്കല്ല് തടയണയുടെ പ്രയോജനം പട്ടാമ്പി പാലം വരെ മാത്രം ലഭിക്കുന്ന സാഹചര്യത്തിൽ നഗരത്തിലെ പ്രധാനപ്പെട്ട 2 കുടിവെള്ള പദ്ധതികളുടെയും ജലസേചന പദ്ധതികളുടെയും പമ്പിംഗ് പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് വെള്ളമില്ലാത്തത് പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട്. പട്ടാമ്പിയിലെ ജലക്ഷാമത്തിനും കാർഷിക ജലസേചനത്തിനും തടയണ ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുടിവെള്ളമില്ലാതെ വലഞ്ഞ വടക്കാഞ്ചേരി നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലും ഉൾപ്പെടുന്ന താമസക്കാർ. കനത്ത വേനലിൽ ഭാരതപ്പുഴ വറ്റിവരണ്ടതിനെ തുടർന്നാണ് 2 ആഴ്ചയിലേറെയായി പ്രദേശത്ത് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത്. പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളം ഭാരതപ്പുഴ പമ്പ് ഹൗസിൽ നിന്നാണ് ചേലക്കര, പാഞ്ഞാൾ, മുള്ളൂർക്കര എന്നീ 3 പഞ്ചായത്തിലേക്കും വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലും ആവശ്യമായ കുടിവെള്ളം എത്തിക്കുന്നത്. എന്നാൽ 2 ആഴ്ചയായി കടുത്ത വേനലിനെ തുടർന്ന് ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനാൽ പമ്പ് ഹൗസിൽ നിന്ന് ജലമെത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ തൊട്ടടുത്തുള്ള ഉരുക്ക് തടയണയിൽ വെള്ളമുണ്ടെങ്കിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മോട്ടറിൽ ഉരുക്ക് തടയണയിലെ വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. മലമ്പുഴ ഡാം തുറന്നുവിടാതെ മോട്ടറടിക്കാൻ ഭാരതപ്പുഴയിൽ നിന്നും വെള്ളം ലഭിക്കുകയില്ലെന്ന് ജീവനക്കാരായ പി ഫാസിൽ
ചന്ദ്രൻ വരവൂർ എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പുഴയിൽ വെള്ളമില്ല, വെള്ളം വരവ് തീരെ ഇല്ല. അപ്പം പിന്നെ വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്നും പമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പമ്പ് കേടുവരും. അപ്പം പറ്റി തീരെ വെള്ളമില്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് തീരെ വരണ്ട് കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ കാരണം ഇവിടെ പമ്പിങ് മുടങ്ങി കിടക്കുകയാണ്. പല ആളുകളും വരുന്നുണ്ട് വെള്ളത്തിൻ്റെ അന്വേഷിച്ചിട്ട്, പക്ഷേ വെള്ളം നമുക്ക് പമ്പ് ചെയ്യാൻ മാർഗ്ഗമില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഡാം തുറക്കുന്നൊരു പരിപാടി ഉണ്ടാവലുണ്ട്. അപ്പോൾ അത് ഈ അവസ്ഥയിൽ തുറക്കാൻ പറ്റില്ല എന്നാണ് അറിഞ്ഞത്. കാരണം ഡാം തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ള ആളുകൾക്കുള്ള കൃഷിൻ്റെ പരിപാടിയൊക്കെ നഷ്ടപ്പെടുന്നുള്ള രീതി കൊണ്ട് തുറക്കാൻ പറ്റില്ല എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ അടുത്തൊരു മഴ പെയ്യുന്നവരെയൊക്കെ വെള്ളം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് അധികൃതർ JCB ഉപയോഗിച്ച് പുഴയിൽ വലിയ ചാലുണ്ടാക്കി അതിലൂടെയായിരുന്നു വെള്ളം പമ്പ് ഹൗസിലേക്ക് എത്തിച്ചിരുന്നത്. ഇത്തവണയും അതേ നടപടി തന്നെ അധികൃതർ പിന്തുടരണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലത്ത് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ഏരിയ കൺവെൻഷൻ നടന്നു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും മറ്റ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് എംസാൻഡാണ്. ഈ എംസാൻഡിന് ഈ രാജ്യത്ത് അത് ഉപയോഗിക്കുക എന്നത് നിർബന്ധിതമായിട്ട് ഉപയോഗിക്കുക എന്നത് ആരുടെ താല്പര്യമാണ്? ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റിന്റെ താല്പര്യമാണ്. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം KR വിജയൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി KV സന്തോഷ്, K. കൃഷ്ണപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവനെ വിജയിപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓൾ ഇന്ത്യ BSNL പെൻഷനേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ ഒറ്റപ്പാലം ഏരിയ സംയുക്ത കൺവെൻഷൻ സംഘടിപ്പിച്ചു. പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി സംഘടിപ്പിച്ച കൺവെൻഷൻ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടിൽ ഇടതുപക്ഷത്തിന്റെ പേരില്ല, CPMന്റെ പേരില്ല, CPIയുടെ പേരില്ല. അത് ഇടതുപക്ഷത്തിന് വ്യക്തമായ നിലപാടുകൾ ആ കാര്യത്തിലുണ്ട്. അത് അന്ന് മുതൽ ഉയർത്തിപ്പിടിച്ച പാർട്ടിയാണ് CPIയും ഇടതുപക്ഷമാക്കിയത്. അതുകൊണ്ടാണ് ഈ പരസ്യമായ അഴിമതിക്ക് കൂട്ടുനിൽക്കാറ്. ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം അന്നേ നമ്മൾ പറഞ്ഞു ഇത് പരസ്യമായിട്ടുള്ള അഴിമതി. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് K. വേണുഗോപാലൻ അധ്യക്ഷനായി. AIBDPA സംസ്ഥാന രക്ഷാധികാരി PM ഗോപാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി രാജൻ, അസിസ്റ്റന്റ് സെക്രട്ടറി V. രാധാകൃഷ്ണൻ, ട്രഷറർ M. കുപ്പുസ്വാമി, BSNLEU ജില്ലാ വൈസ് പ്രസിഡന്റ് ദിനപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. ഏരിയ സെക്രട്ടറി MM രാമൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കവളപ്പാറ ആര്യങ്കാവ് പൂരത്തിന് വിപുലമായ ആഘോഷ പരിപാടികളുമായി ഷൊർണൂർ ദേശം. ഷൊർണൂർ ദേശത്തിന്റെ പൂരാഘോഷ പരിപാടികൾക്ക് ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് ആര്യങ്കാവ് വെളിച്ചപ്പാട് ഭദ്രദീപം കൊളുത്തിയതോടെ തുടക്കമായി. ഷൊർണൂർ ദേശകുതിര കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിപുലമായ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ആര്യങ്കാവ് വെളിച്ചപ്പാട് ഭദ്രദീപം കൊളുത്തിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഉച്ചയ്ക്ക് 11:30 മുതൽ 2:30 വരെ പ്രസാദവൂട്ടുണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് കുതിരകെട്ടൽ തുടങ്ങും. വൈകുന്നേരം 4:30-ക്കാണ് തലവെക്കൽ. 5 മണിക്ക് കുതിര ഇളക്കി വയ്ക്കും. തുടർന്ന് പൂതൻകളി, വൈകുന്നേരം തായമ്പക എന്നിവയുണ്ടാകും. തായമ്പകയ്ക്ക് ശേഷം പഞ്ചവാദ്യവും ഒരുക്കിയിട്ടുണ്ട്. തകിൽ, നാദസ്വരം എന്നിവയ്ക്ക് ശേഷം രാത്രി 8:30-യോടെയാണ് കുതിരകളിക്കായി ആര്യങ്കാവ് ദേവീസന്നിധിയിലേക്ക് പുറപ്പെടുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആര്യങ്കാവ് പൂരത്തോടനുബന്ധിച്ച് നെടുങ്ങോട്ടൂർ ദേശകുതിര എഴുന്നള്ളിപ്പിന്റെ ഭാഗമായി ദേശകുതിര കണ്ടത്തിൽ പ്രസാദവൂട്ട് നടന്നു. 19ാം കൂത്തു ദിവസമായ ചൊവ്വാഴ്ച പുലർച്ചെ 5 മണിക്ക് ആലമ്പള്ളിമന സനലിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ഗണപതി ഹോമത്തിന് ശേഷമാണ് രാവിലെ 11 മണി മുതൽ സമൃദ്ധമായ പ്രസാദവൂട്ട് നടന്നത്. ഏപ്രിൽ 3 ബുധനാഴ്ചയാണ് നെടുങ്ങോട്ടൂർ ദേശകുതിര എഴുന്നള്ളിപ്പ്. തോലനൂർ പൂതമണ്ണിൽ ശിവൻ വെളിച്ചപ്പാടിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ഭരണിയാത്ര സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 7 ഞായറാഴ്ച വിപുലമായ പരിപാടികളോടുകൂടിയാണ് ഭരണിയാത്ര നടക്കുകയെന്ന് ശിവൻ വെളിച്ചപ്പാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏപ്രിൽ 7 ഞായറാഴ്ച രാവിലെ നടതുറക്കൽ ചടങ്ങ് നടക്കും. പ്രഭാതപൂജ, കുരുതിപൂജ, തായമ്പക, ശിങ്കാരിമേളം, ആടുവഴിപാട്, പാണ്ടിമേളം എന്നിവയ്ക്കു ശേഷം വിപുലമായ അന്നദാനവും നടക്കും.
ഉച്ചയ്ക്ക് 1 മണി മുതൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വെളിച്ചപ്പാട് സംഘങ്ങൾ വന്നു ചേരും. 1 മണി മുതൽ ഭരണിപ്പാട്ട് നടക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ആന, ശിങ്കാരിമേളം, പാണ്ടിമേളം, പഞ്ചാരിമേളം, തമ്പോലം, തായമ്പക, ചിറക് ഡാൻസ്, ആദിവാസി നൃത്തം, മോഡേൺ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, പൂതനും തിറയും എന്നിവയുടെ അകമ്പടിയോടെ കൊടുങ്ങല്ലൂർ ഭരണിക്കാവിലേക്ക് യാത്ര പുറപ്പെടുന്നതാണെന്ന് തോലന്നൂർ ശിവൻ വെളിച്ചപ്പാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മീനം 25-ാം തീയതി, ഏപ്രിൽ 7-ാം തീയതി ഞായറാഴ്ച കൊടുങ്ങല്ലൂർ ഭരണി യാത്ര പുറപ്പെടുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലും മുന്തിരിയും മറ്റ് പഴവർഗ്ഗങ്ങളും വിളയിച്ചെടുത്ത യുവദമ്പതിമാർ. പത്തിരിപ്പാല കാരക്കുളം വീട്ടിൽ അനസക്കീറും ഭാര്യ ഷമീനയും ചേർന്നാണ് പൂക്കളും പഴങ്ങളുമായി വീടിനെ അലങ്കാര പ്രൗഢിയുടെ തനിമയോടെ അണിയിച്ചൊരുക്കുന്നത്. ഇടതൂർന്നു വളർന്ന ചെടികളിൽ വിസ്മയം തീർത്ത് തിളക്കമുള്ള മുന്തിരികൾ, ഒപ്പം റംബൂട്ടാൻ, സപ്പോട്ട, ഡ്രാഗൺ ഫ്രൂട്ട്, പേര, ഞാവൽപ്പഴം, അത്തിപ്പഴം, അമ്പഴങ്ങ, ഓർക്കിഡ്, മാംഗോസ്റ്റിൻ എന്നിവയും കൂട്ടിനുണ്ട്. ഒറ്റനോട്ടത്തിൽ ഇതൊരു സിനിമാ ഫ്രെയിമാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് തെറ്റി. പത്തിരിപ്പാല സ്വദേശികളായ KM അനസക്കീറും ഭാര്യ ഷെമീനയും 5 സെന്റ് ഭൂമിയിൽ വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലുമായി ഒരുക്കിയ 100-ലധികമുള്ള പഴവർഗ്ഗ ചെടികളും പൂച്ചെടികളുമാണിത്. ഇവിടെ മുന്തിരി കൃഷി തുടങ്ങിയിട്ട് 5 വർഷത്തിലേറെയായി. 2 തവണ വിളവെടുപ്പും കഴിഞ്ഞു. യൂട്യൂബിൽ നോക്കിയാണ് മുന്തിരി കൃഷി പഠിച്ചതെന്ന് ഷെമീന പറഞ്ഞു. പ്രധാനമായും ഷെമീന തന്നെയാണ് ഇവയെ പരിപാലിക്കുന്നത്. വീട്ടിൽ തയ്യാറാക്കുന്ന കമ്പോസ്റ്റാണ് വളമായി നൽകുന്നത്. ഇവിടെ നിന്നും ലഭിക്കുന്ന പഴവർഗ്ഗങ്ങൾ വീട്ടിലെ ആവശ്യത്തിന് തന്നെയാണ് എടുക്കുന്നത്. ഒപ്പം ഇതൊരു കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്ന അയൽവാസികളുടെയും ബന്ധുക്കളുടെയും മനസ്സ് നിറയ്ക്കാനും. പത്തിരിപ്പാല അനസ് ട്രാവൽ ഉടമ കൂടിയായ സക്കീർ കർഷകനായ പിതാവിന്റെ സ്മരണാർത്ഥം കൂടിയാണ് വീട്ടിലൊരുക്കിയ ഈ പൂന്തോട്ടം. എൻ്റെ പാപ്പ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. ഈ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന എല്ലാ ഇനം പച്ചക്കറികളും അതുപോലെ ഫ്രൂട്ട്സൊക്കെ തണ്ണിമത്തൻ അടക്കമുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളായിരുന്നു. അപ്പോൾ പാപ്പയോടുള്ളൊരു പ്രാർത്ഥന എന്നുള്ള നിലക്കാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാര്യക്കാണെങ്കിൽ നല്ല താല്പര്യമാണ് ഇതിലുള്ളത്. അപ്പോൾ ആ താല്പര്യം കണ്ടപ്പോൾ നമ്മൾ അവൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ ഈ 15 സെൻറ്റ് സ്ഥലമാണ്. അതിൽ 2 വീടും 2 കിണറുകളും ഉണ്ട്. ഇതാണ് നമ്മളുടെ ഇത്. അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ ഇനത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ വിവിധ ഇനം മാങ്ങകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുന്തിരിയുണ്ട്. പുറത്ത് കത്തുന്ന ചൂടിലും പൂക്കളും പഴങ്ങളുമൊക്കെയായി അലങ്കരിച്ച വീടിനകത്ത് വൈവിധ്യത്തിന്റെ കാഴ്ചയൊരുക്കുകയാണ് ഈ യുവദമ്പതികൾ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മാത്തൂർ അഗ്രഹാരം കുന്നുപറമ്പിൽ വീട്ടിൽ ഉമ്മറിന്റെ മകൻ ഷെരീഫാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. 3 ആഴ്ച മുൻപ് പത്തിരിപ്പാലയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെയാണ് മരണം. പ്രധാന വാർത്തകൾ വീണ്ടും. LDF തുടർഭരണത്തിന്റെ ദുരിതമാണ് ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. അധികാര സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തി ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന BJPക്ക് ഇത്തവണ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഷിബു മീരാൻ. കൂറ്റനാട്ട് UDF തൃത്താല നിയോജക മണ്ഡലം ലീഡേഴ്സ് മീറ്റ്. കൊപ്പത്ത് UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ നാളെ നാമനിർദ്ദേശ പത്രിക നൽകും. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ പത്രിക സമർപ്പിക്കുക ഏപ്രിൽ 4-ന്. കരുവന്നൂരിലെ ED നടപടി ഡീലിന്റെ ഭാഗമെന്ന K മുരളീധരൻ. BJPക്ക് വേണ്ടി ഒരാളെ കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചയക്കാൻ നീക്കം. തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ നിന്ന് ഒരാളെ വിജയിപ്പിക്കാമെന്നും പകരം മറ്റ് മണ്ഡലങ്ങളിൽ LDFനെ സഹായിക്കാമെന്നതുമാണ് CPM BJP ഡീലെന്നും K മുരളീധരൻ. കരുവന്നൂർ വിഷയത്തിൽ EDയുടെ വഴിക്ക് സഞ്ചരിക്കുമെന്ന് സുരേഷ് ഗോപി. സഹകരണ സ്ഥാപനങ്ങളെ വരച്ച വരയിൽ നിർത്തും. വഴിവിട്ട് സഞ്ചരിക്കുന്ന സഹകരണ പ്രസ്ഥാനത്തെ ചങ്ങലക്കിടുന്ന നിയമനിർമ്മാണത്തിനായി ശബ്ദമുയർത്തുമെന്നും സുരേഷ് ഗോപി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും പാർട്ടി അക്കൌണ്ടും തമ്മിൽ എന്താണ് ബന്ധമെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. ED നോട്ടീസ് ഇതുവരെയും കിട്ടിയിട്ടില്ല. നോട്ടീസ് കിട്ടിയാൽ ഹാജരാകുന്ന കാര്യം പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കും. ED നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന MK കണ്ണൻ. നാടിന്റെ നാവുണങ്ങുന്നു. ഭാരതപ്പുഴ വറ്റിയതോടെ വടക്കാഞ്ചേരി നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും ശുദ്ധജല വിതരണം മുടങ്ങി. 2 ആഴ്ചയായി കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ. ഭാരതപ്പുഴയിലെ പേരൂർ പള്ളം തുരുത്ത് തടയണയും വറ്റി.
മേഖലയിൽ നിരവധി കുടുംബങ്ങൾ ശുദ്ധജലമില്ലാതെ വലയുന്നു. പട്ടാമ്പി നമ്പ്രത്ത് ഭാരതപ്പുഴയിലെ സ്ഥിരം തടയണ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. ശക്തമായ വേനൽ മഴയ്ക്കായി നാടിന്റെ പ്രാർത്ഥന. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.